മനസ്സിലായ? ഗ്രാമസഭയ്ക്ക് വന്ന ഗ്രാമസഭ കൂടിയിട്ട് പോകല്ല വേണ്ടത്. ബോധവൽക്കരണം എന്തിനാണ്? അതൊരളവ്. വടകരപതിയിൽ ഗ്രാമസഭയിൽ വൻ പ്രതിഷേധം. ബോധവൽക്കരണ ക്ലാസുകളുടെ സമയം നീണ്ടുപോയത് വാക്കേറ്റത്തിന് കാരണമായി. വടകരപതി പഞ്ചായത്തിലെ 3-ാം വാർഡ് ഗ്രാമസഭയിൽ ബോധവൽക്കരണ ക്ലാസുകൾ നീണ്ടുപോയതിനെ ചൊല്ലി നാട്ടുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വൻ വാക്കേറ്റവും പ്രതിഷേധവും. ഉച്ചയ്ക്ക് ആരംഭിച്ച ഗ്രാമസഭാ യോഗത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. തുടർച്ചയായി വിവിധ വകുപ്പുകളുടെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചതാണ് ജനങ്ങളെ ചൊടിപ്പിച്ചത്. ആദ്യമായി നടന്ന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ ക്ലാസ് തമാശ രൂപേണയുള്ള അവതരണമായതിനാൽ ഗ്രാമസഭാംഗങ്ങൾ ആസ്വദിക്കുകയും സഹകരിക്കുകയും ചെയ്തു. അലക്കുന്നുണ്ടോ? ആ പാന്റിന്റെ പോക്കറ്റിന്റെ കയ്യിലുക. ചെടികളും ഇലകളും പോലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ പറയുക, അത് കഞ്ചാവിന്റെ അംശമാണ്. എന്റെ മക്കൾ തുടങ്ങി സാറേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരും. ആദ്യം മെമ്പർ അറിയിക്കുക, മെമ്പർ വിളിച്ചാൽ ഞങ്ങൾ എത്തും. ഞങ്ങൾ സഹായിക്കാം. കൗൺസിലിംഗ് കൊടുത്ത് ഞങ്ങൾക്ക് മാറ്റാം. ഇതോടെ ക്ലാസുകൾ അവസാനിക്കുമെന്നാണ് നാട്ടുകാർ കരുതിയത്. എന്നാൽ ഇതിന് പിന്നാലെ സൈലന്റ് സാറ്റർഡേ ബോധവൽക്കരണവും തുടർന്ന് ഗ്രാമസഭാ കോർഡിനേറ്ററായി എത്തിയ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ ക്ലാസും ആരംഭിച്ചു. സമയം ഏറെ വൈകിയിട്ടും ആരോഗ്യവകുപ്പിന്റെ ക്ലാസ് തുടരുകയും ഗ്രാമസഭയുടെ യഥാർത്ഥ അജണ്ടകളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് ക്ഷമ നശിച്ച ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർന്ന് നാട്ടുകാരും ബോധവൽക്കരണത്തിനെത്തിയ ഉദ്യോഗസ്ഥരും തമ്മിൽ ശക്തമായ വാക്കേറ്റമുണ്ടാകുകയായിരുന്നു. 3-ാം വാർഡ് മെമ്പർ ഐശ്വര്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 17-ാം വാർഡ് മെമ്പർ മഹേഷ്, ബ്ലോക്ക് മെമ്പർ ജൂലി എന്നിവരും പങ്കെടുത്തു. അതുപോലെ തന്നെ മേൽക്കൂര റിപ്പയർ, അത് ജനറലുണ്ട്, SC/ST ഉണ്ട്. അതുപോലെ SC/STക്കുള്ള ലാപ്ടോപ്പ്, പഠനമുറി, അതുപോലെ STക്ക് മാത്രം ടാങ്ക് ഉണ്ട്, വാഷ് ടാങ്ക് ഉണ്ട്. അപ്പൊ അതുപോലെ കന്നുകുട്ടി പരിപാലനവും പ്രത്യേക പരിഗണന അറിയിക്കുന്ന വനിതകൾക്കുള്ള കറവ് പശു വിതരണം.